ലീഗിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണല്ലോ അല്ലേ? അതാണ് അതിൻ്റെ ശരി. അന്ന് അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുള്ളത്. ലീഗ് എന്തുകൊണ്ടായിരുന്നു അന്ന് നല്ല അഭിപ്രായം പറഞ്ഞത്? ആ ഒരു സവിശേഷതകൾ ഇപ്പോഴും ലീഗിനുണ്ട്. പിന്നെ UDF രണ്ടാമത്തെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളവർക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് എപ്പോഴും ഒരു മീഡിയേറ്ററുടെ റോളാണ് എപ്പോഴും എടുക്കാറുള്ളത്. അതിനെ ഇനിയിപ്പോൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ ഭാവിയാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ജാതി മത കക്ഷി ഭേദമന്യേ കേരളത്തെ നമ്പർ 1 ആക്കണം എന്നുള്ളത് തന്നെയാണ് എന്നും മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നത്. ആ നിലക്കാണ് എപ്പോഴും മുസ്ലിം ലീഗ് അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കാണാറുള്ളത്. ഈ വിവിധ സമുദായ സംഘടനകളുമായിട്ട് UDF സംബന്ധിച്ച് ഏറ്റവും മികച്ച ബന്ധമാണ് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിശേഷിച്ച് NSS ഒക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനം ഇപ്പോൾ ശിവശക്തി ശബരിമല വിഷയത്തിലും മറ്റിപ്പോൾ പരസ്യമായിട്ടുള്ള ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അതിൽ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിന് അല്ലെങ്കിൽ UDF ആ രീതിയിലുള്ള ഒരു ആത്മാർത്ഥത കാട്ടാൻ കഴിഞ്ഞില്ല. മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ സ്വാഗതാർഹമെന്ന് പറയുന്നുണ്ട്. വിവിധ സമുദായ സംഘടനകളായിട്ടുള്ള ബന്ധം UDF ശിഥിരമാകുന്നുണ്ടോ, ദുർബലമാകുന്നു? അല്ല, UDF എപ്പോഴും സാമുദായിക കക്ഷികളുമായിട്ടൊക്കെ ഏറ്റവും നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചിട്ടുള്ള ഒരു മുന്നണിയാണ്. അത് ഇനിയും ഉണ്ടാവും. ഇപ്പോൾ താൽക്കാലികമായി എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ നിന്നും ഉണ്ടായിരിക്കാം, അതൊന്നും ശാശ്വതമല്ല. UDF എപ്പോഴും കേരളത്തിലെ സാമുദായിക സമവാക്യം കാത്തു സൂക്ഷിക്കുന്നതിൽ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കേരളത്തിൻ്റെ ഒരു സമാധാനം അതിലൂടെയല്ല ഉണ്ടാക്കാൻ പറ്റുക. കേരളത്തിലെ ജനാധിപത്യ മതേതരത്തിൻ്റെ വിജയം വേണം. അതിന് എല്ലാ സാമുദായിക കക്ഷികളോട് നല്ല ബന്ധമാണ് എപ്പോഴും UDF കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു മെച്ചപ്പെടുത്തൽ ആ ബന്ധത്തിൽ ആവശ്യമുണ്ടോ, അതോ നല്ല നിലയിൽ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും നല്ല കാര്യത്തിൽ UDF നേതാക്കളൊക്കെ തന്നെ സാമുദായിക കക്ഷികളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോൾ അയ്യപ്പ സംഗമം നടന്നല്ലോ. പക്ഷെ പിന്നെ അതിൻ്റെ ആത്മാർത്ഥതയിൽ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ യോഗിയുടെ ആശംസകളൊക്കെയാണ് അവിടെ വായിച്ചിട്ടുള്ളത്. അത് വിശ്വാസികളെയും ഭൂരിപക്ഷ സമൂഹത്തെയും എന്നപോലെ ന്യൂനപക്ഷ സമൂഹത്തിനിടയിലും അത് എന്താ പറയുക, സംശയം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ടത് മാറും. കാരണം യോഗി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സമീപനം എല്ലാവർക്കും സ്വീകാര്യമായൊരു സമീപനമല്ല. രാജ്യത്തെ അയോഗ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് യോഗി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ അവരൊക്കെ തന്നെ സാമുദായിക സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇപ്പോൾ ഞങ്ങൾക്കറിയാം, ഈ മുസ്ലിം ലീഗ് തന്നെ പലപ്പോഴും അയ്യപ്പ സന്നിധിയിലേക്ക് പോകുന്ന യാത്രക്കാർ അവരൊക്കെ സഹായിക്കാറുണ്ട്. അവർക്ക് വഴിയോരങ്ങളിൽ അവർക്ക് പിന്നെ വെള്ളം കൊടുത്തുകൊണ്ടും ഭക്ഷണം ഒരുക്കിക്കൊണ്ടും എന്നതുപോലെ തന്നെ ഇപ്പോൾ ഒരു സമയത്ത് ഒരു ബന്ധുള്ള സമയം ഞാൻ ഓർക്കുന്നു, അയ്യപ്പ സംഘം പിന്നെ വഴിയിൽ കുടുങ്ങി. ശിഹാബ് തങ്ങൾ ആ വിവരം അറിഞ്ഞു. ശിഹാബ് തങ്ങൾ ആ വിവരം അറിഞ്ഞ് അദ്ദേഹം പാർട്ടി പ്രവർത്തകന്മാരെ അവർക്കിടയിലേക്ക് അയച്ചുകൊണ്ട് അവർക്ക് യാത്ര തുടരാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് കേരളത്തിലെ അയ്യപ്പ സമൂഹത്തിനുള്ളത്. അവർക്ക് ഇടയിലേക്കാണ് ഇതുപോലെയുള്ള രാജ്യത്ത് സംശയത്തിൻ്റെ മുനയിൽ നിൽക്കുന്നവരെ കൊണ്ട് പ്രസംഗിപ്പിക്കാനോ അല്ലെങ്കിൽ ആശംസ അറിയിക്കാനോ ഒക്കെ. അപ്പോൾ അതിലെല്ലാവർക്കും സംശയമുണ്ട്, എന്തിനാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിൽ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF എപ്പോഴും വിശ്വാസികൾക്ക് ഒപ്പമാണ്. അത് ശബരിമല പ്രശ്നങ്ങളിലും അങ്ങനെ തന്നെയാണ്. ലീഗും വിശ്വാസികൾക്കൊപ്പമുള്ള നിലപാടാണ് അന്ന് എടുത്തിരുന്നത്, എന്നും അങ്ങനെ തന്നെയാണ്. അത് കേവലം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം ബലപ്പെടുത്തി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് അതിലൂടെയൊക്കെ, അതും UDF അതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് എത്തിയില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് സമയമാവുന്നുള്ളല്ലോ. കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ നീക്കുപോക്കുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴൊക്കെ കാര്യങ്ങൾ ഭംഗിയായി മാറും. പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പരാമർശം INL ഒരു വർഗീയ ചിന്താഗതിയുള്ള ടീമാണ് എന്നൊക്കെ പറയുന്ന അതിനെങ്ങനെയാണ് മുസ്ലിം ലീഗാണ് പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് പിരിഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്നുള്ള നിലക്കാണ് INL ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.